ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നാടുകാണി പവനിയിലെ കാഴ്ചകളാട്ടോ. ഇത് വിഷുവിൻ്റെ തലേദിവസം ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് എൻ്റെ വീട് കുളമാവിലാണ്. അപ്പോൾ ഞങ്ങൾ കുളമാവിൽ പോയ വഴി നാടുകാണി പവനിയിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നേരം എടുത്ത വീഡിയോ ആണിത്. ഇത് നമ്മൾ കയറി ചെല്ലുന്ന ആ ഒരു സൈഡിലത്തെ ഒരു വ്യൂ ആട്ടോ ഈ കാണുന്നത്. ഇവിടെ പാസ് എടുത്തിട്ട് വേണം കയറാനായിട്ട്. 2 നിലയുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞങ്ങളിപ്പോൾ താഴത്തെ നിലയിലാണ് നിൽക്കുന്നത്. ആദ്യകൂട്ടം വന്നത് അവിടുത്തെ ഇരിപ്പിടത്തിലൊക്കെ കയറിയിരുന്നു. അവിടെ എന്തോ ഫുൾ ആലോചനയിലൊക്കെയാണ്, ഭയങ്കര എന്തോ ആലോചനയൊക്കെയാണ് ഉള്ളിൽ. നമുക്കിനി കുറച്ച് പ്രകൃതി രമണീയതയൊക്കെ ആസ്വദിക്കാം. സത്യം പറഞ്ഞാൽ നൈസ് വ്യൂ ആട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല രസമാണ് ഇവിടുത്തെ കാഴ്ചയൊക്കെ കാണാനായിട്ട്. അടിപൊളിയാണ്. ഈ പവലിയൻ സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമുദ്രനിരപ്പിൽ നിന്ന് 3000 അടി ഉയരത്തിൽ ഒരു കുന്നിൻ്റെ മുകളിലാണ്. ഇത് നമ്മുടെ KSEBിയുടെ അണ്ടറിലാണ്. അതായത് ഇത് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായിട്ട് 1966 കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് നിർമ്മിച്ചതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് 15 രൂപ എന്തോ ആണെന്ന് തോന്നുന്നു പാസ്, മുതിർന്നവർക്ക് 25 രൂപയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരാൻ പറ്റിയൊരു ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന ഒക്ടോബർ ടു ഫെബ്രുവരി ആണ്. പക്ഷേ ഞങ്ങൾ വന്ന സമയത്ത് നല്ല രസമായിരുന്നു കേട്ടോ. കാഴ്ചയൊക്കെ കണ്ടില്ലേ, അറക്കുളം, പിന്നെ നമ്മൾ മുട്ടം, തൊടുപുഴ, ആ ഒരു ഭാഗങ്ങളൊക്കെ ഫുള്ള് കാണാം, നന്നായിട്ട് കാണാം. ഞങ്ങൾ കുളമാവിലൊക്കെ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ കയറി വരാറുണ്ട്. കാരണം നല്ല രസമാണ് ഇവിടെ വന്ന് നിൽക്കാൻ. നല്ലൊരു നേരം പോക്കാണ്. എന്താണെന്നറിയില്ല, ഭയങ്കര ഒരു റിലീഫൊക്കെയാണ്. പശ്ചിമഘട്ട മലനിരകളുടെയൊക്കെ ഭംഗിയൊക്കെ ആസ്വദിക്കാനൊക്കെ പറ്റിയ നല്ല വ്യൂ ആട്ടോ ഇവിടെ. കാരണം ഈ മലകൾ, പിന്നെ മഞ്ഞൊക്കെ ഉള്ള സമയമൊക്കെ ആണെങ്കിൽ അത് വേറൊരു വൈബാണ്. ഞങ്ങളിവിടെ മഞ്ഞൊക്കെ ഉള്ള ടൈമിലും വന്നിട്ടുണ്ട് കേട്ടോ. ആദ്യക്കുട്ടനായിട്ട് വന്നിട്ടില്ല. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ ആ ഒരു ടൈമിൽ ഇവിടെ ആ മഞ്ഞൊക്കെ ഉള്ള ടൈമിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ അത്ര മഞ്ഞൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ വന്ന സമയത്ത് മഞ്ഞോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. നല്ല കാറ്റുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഇവിടെ കുഞ്ഞുങ്ങൾക്ക് ഇരിക്കാനായിട്ട് ചെറിയൊരു ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ്ടോ ചെറിയ ഊഞ്ഞാൽ, സ്ലൈഡ്, അതൊക്കെയുണ്ട്. അപ്പോൾ ആദ്യകൂട്ടം പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഫുള്ള് ചില്ലായിരുന്നു. അവൻ ഫുള്ള് കളിയും ചാട്ടവും മേളവും ഒക്കെ ആയിരുന്നു. അതിൽ നിന്ന് എനിക്ക് കയറി പോരുമെന്ന് തോന്നണില്ല. ആടിക്കോളൂ, നേരം വെളുക്കണ വരെ ആടിക്കോളൂ. ശ്രീദേവിക്ക് ഒന്നുമില്ല. ആ ഡയലോഗാണ് എനിക്കിത് ഈ വിനീതണ്ണി നടന്ന് കണ്ടപ്പോൾ ഓർമ്മ വന്നത്. അവൻ വീണ്ടും സ്ലൈഡിൽ കയറാനായിട്ട് പോയതാട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് സെൽഫിയൊക്കെ എടുത്തു. എന്നിട്ട് നേരെ എൻ്റെ വീട്ടിലോട്ട്, കുളമാവിലോട്ട് പോന്നു. കാരണം ഇവിടെ നിന്നൊരു കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ വീട്ടിലോട്ട്. കുളമാവിലേക്ക് കുറച്ച് ദൂരമേ ഉള്ളൂ. പിന്നെ വീട്ടിൽ ചെന്ന് ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും നടക്കാനായിട്ട് ഇറങ്ങി. അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നടക്കുന്നതൊക്കെ. അവന് ഒത്തിരി ഇഷ്ടമാണ് ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് നടക്കുന്നതൊക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ, സീ യു.